DFO നേരത്തെ ഇവിടെ തടഞ്ഞു വെക്കുന്ന നില ഉണ്ടായിട്ടുള്ളത് അവരിവിടെ ഇന്ന് രാവിലെ തൊണ്ടുണ്ടായിട്ടുള്ള പ്രതിഷേധം നമുക്കറിയാം. ഇന്ന് രാവിലെ മണ്ണുണ്ടിയിൽ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ കുറെ ഫോറസ്റ്റുകാർ വരികയാണ്. അതിനുശേഷം അതിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല എന്ന് പറഞ്ഞ് മറ്റൊരു പ്രദേശത്തേക്ക് മുഴുവൻ ആളുകളെയും ആ ജനവാസത്തെ മുഴുവൻ ആളുകളെയും പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് അവിടെ ഏതാണ്ട് 7 കിലോമീറ്റർ ഇപ്പുറമാണ് ബാവലി എന്ന് പറയുന്ന സ്ഥലം. പക്ഷെ ബാവലിയിൽ എത്തിയതിനു ശേഷം ഏതാണ്ട് മയക്കുവെടി വെക്കാനുള്ള ഇതാ തോക്കെടുത്തിരിക്കുന്നു എന്ന് പറയുന്ന രൂപത്തിലേക്ക് പറഞ്ഞതിന് ശേഷം പിന്നീട് ഒരു വിവരവുമില്ല. ആന ഏതാ വീണ്ടും മണ്ണുണ്ടിയിലേക്ക് പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഫോറസ്റ്റിന്റെ മുഴുവൻ ആളുകളും മണ്ണുണ്ടിയിലേക്ക് പോവുകയാണ്. റോഡ് ഗതാഗതം നിയന്ത്രിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും തുറന്നത്. ഈ ആനയെ നിലവിൽ മയക്കുവെടി വെച്ചതായിട്ട് DFO നിങ്ങളോട് പറഞ്ഞു. എന്താണ് അവരുടെ പ്രതികരണം? തീർച്ചയായും മയക്കുവെടി വെച്ചതായിട്ട് അവർ പറഞ്ഞിട്ടില്ല. അവരെ നമ്മളിവിടെ ഇപ്പോൾ DFO ഉൾപ്പെടെ ആളുകളെ തടഞ്ഞു വെച്ചത് മയക്കുവെടി വെക്കുന്നതിൽ അവരുണ്ടാക്കുന്ന കാലതാമസമാണ്. ഇനി നിങ്ങൾ നോക്കൂ, 1 മണിക്കൂർ കഴിഞ്ഞാൽ മയക്കുവെടി വെക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും വനത്തോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. ആനയുള്ളത് ഫോറസ്റ്റിനകത്താണ്. മറ്റാനകളും ഉണ്ട് എന്ന് നമുക്ക് ധരിക്കാൻ വേണ്ടി കഴിയും. ഏറ്റവും പ്രയാസമായ വന്യമൃഗ ശല്യം ഉൾപ്പെടെയുള്ള പ്രദേശത്താണ്. ഇത്രയും നേരം ഇവർ കാണിച്ച ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണിത്. അവർ കാണിച്ച വലിയ പ്രഹസനമാണ്. ഈ നാട്ടിലൂടെ ഒരാൾക്കും സഞ്ചരിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് റോഡ് ഉൾപ്പെടെ അടച്ചുവെച്ചു. അതിനുശേഷം അവിടുന്ന് പറയുകയാണ് ഇതാ മണ്ണുണ്ടിയിലേക്ക് ആന വീണ്ടും പോയിരിക്കുന്നു പറയുന്നു. അത് പ്രഹസനമാണ്. രാവിലെ മണ്ണുണ്ടിയിൽ എത്തിയ സമയത്ത് അതിനുശേഷം നമ്മൾ അവിടെ കണ്ടു. ആ സമയത്ത് കാട്ടാന അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ദൃശ്യങ്ങളിൽ നമ്മുടെ ചാനലിലൂടെ രാവിലെ പ്രക്ഷേപണം ചെയ്തതാണ്. അതിനുശേഷം ഈ വനംവകുപ്പ് സ്ഥലത്തെത്തിയിട്ടും ആ ആനയെ അവിടുന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ ബാവലി വനമേഖലയിലേക്ക് എത്തിയതെന്നുള്ള ഒരു വിശദീകരണം അവർ തരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട്? അതാണ് നമ്മുടെ അടുത്ത് പറ്റിയ പോരായ്മ എന്ന് പറയുന്നത്. വനംവകുപ്പിലെ ഈ ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത് നമ്മൾ വിശ്വസിച്ചു പോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മണ്ണുണ്ടിയിൽ നിന്ന് ജനങ്ങളാകെ അവിടെ ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നു, മറ്റ് പൊതുപ്രവർത്തകരുണ്ടായിരുന്നു, മുഴുവൻ ആളുകളും ഇങ്ങോട്ട് മാറുകയാണ്. സ്വാഭാവികമായും അതിനെ ട്രേസ് ചെയ്തു, അതിനെ പിടിക്കട്ടെ എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. മയക്കുവെടി വെച്ച് പിടികൂടി കൊണ്ടുപോകട്ടെ എന്നുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായി നമ്മൾ അവിടെ നിന്ന് മാറിക്കൊടുക്കുകയാണ്. ഈ പറയുന്ന ഇവർ പിടിക്കാൻ വേണ്ടി പോയ ഒരു ഭാഗത്തും ഒരു പ്രതിഷേധം ഇതുവരെ ഉണ്ടായില്ല. ഈ സമയം വരെ ഒരു പ്രതിഷേധത്തിന് നമ്മൾ നേതൃത്വം കൊടുത്തില്ല. പക്ഷേ ഇത് യാഥാർത്ഥ്യമാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ആനയെ മയക്കുവെടി വെച്ച് പിടിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ പോരായ്മയാണ്. എല്ലാ ഉത്തരവും വന്നു, പക്ഷേ ഇതിന് പിടിക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഉദ്യോഗസ്ഥരുടെ പോരായ്മയാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വാഹനത്തിൽ കടക്കുകയാണ്. ഇവിടെ സാധാരണക്കാർക്ക് പുറത്തിറങ്ങാൻ വേണ്ടി കഴിയുന്നില്ല. അവരുടെ ജനജീവിതം ആകെ പ്രയാസത്തിലായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതാണ് ഈ പ്രതിഷേധത്തിന് കാരണം. ഇപ്പൊ ഏറ്റവും ഒടുവിൽ അവർ പോയില്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങൾ വൈകുമെന്നുള്ളത് കൊണ്ട് അവർ പോയി മയക്കുവെടി വെക്കാനുള്ള ഇതിന്റെ നടപടികൾ ത്വരിതത്തിലാക്കുമെന്ന് ഉറപ്പു പറഞ്ഞതുകൊണ്ടാണ് അവർ ഇപ്പൊ തൽക്കാലം വിട്ടഴിക്കുകയും നമ്മൾ പ്രതിഷേധം തുടരുകയും ചെയ്യുന്നത്.